2022 ഈ കാണുന്ന വ്യവസായ ഭൂമി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സർഫ്രാസി നിയമപ്രകാരം ഏറ്റെടുത്ത് ലേലത്തിൽ വെച്ചു. അതനുസരിച്ച് ഞങ്ങൾ ലേലത്തിൽ പങ്കെടുക്കുകയും 108 സെന്റ് ഉണ്ടെന്ന് പറയുന്ന ഈ ഭൂമിക്ക് അവർ പറഞ്ഞ ലേലത്തിലെ ഏറ്റവും അധിക തുകയായ 4,81,00,000 രൂപ ഞങ്ങൾ അടയ്ക്കുകയും ചെയ്തു. തുക അടച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അവർ ഞങ്ങൾക്ക് സെയിൽസ് സർട്ടിഫിക്കറ്റ് നൽകി. ഈ സെയിൽസ് സർട്ടിഫിക്കറ്റ് അടിസ്ഥാനപ്പെടുത്തിയാണ് ഞങ്ങൾക്ക് ഇത് സർവേ വകുപ്പിൽ പോകാനും അവിടെ നിന്ന് പട്ടയം പിടിക്കാനും അതിനുശേഷം വ്യവസായ വകുപ്പിൽ നിന്ന് അനുമതി കിട്ടുവാനും ഒക്കെ ചെയ്യാനുള്ളത്. ഈ സെയിൽസ് സർട്ടിഫിക്കറ്റുമായി ഞങ്ങൾ സർവേ വകുപ്പിൽ ചെന്നപ്പോൾ തന്നെ മനസ്സിലായി ഈ ഭൂമി ഇവർ പറയുന്ന പോലെ 108 സെന്റ് ഇല്ല, വെറും 42-44 സെന്റ് മാത്രമേ ഉള്ളൂ. അത് തന്നെയല്ല, ഈ പറയുന്ന സ്ഥലത്തൊന്നും അല്ല അത് ഇവിടുന്ന് ഏകദേശം 100 മീറ്റർ അകലെയുള്ള സ്ഥലത്താണെന്നും ഞങ്ങൾക്ക് ബോധ്യം വന്നു. ഇതിനെ തുടർന്ന് ഞങ്ങൾ വില്ലേജ് ഓഫീസറെ സമീപിച്ചപ്പോൾ വില്ലേജ് ഓഫീസർ ഞങ്ങൾക്ക് ഇത് സംബന്ധിച്ചൊരു രേഖ കൈവശം തന്നു. ഇതാണ് ഞങ്ങൾക്ക് വില്ലേജ് ഓഫീസർ തന്ന വിവരാവകാശ നിയമം അനുസരിച്ചുള്ള രേഖ. ഈ രേഖയിൽ പറയുന്നുണ്ട്, സെയിൽസ് സർട്ടിഫിക്കറ്റ് പറയുന്ന ആ സർവേ നമ്പറിൽ 44 സെന്റ് ഭൂമി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് രജിസ്റ്റർ ചെയ്ത് തരാനോ പട്ടയം പിടിക്കാനോ പറ്റില്ലെന്ന് അദ്ദേഹം ഞങ്ങളെ അറിയിക്കുകയും ചെയ്തു. അടുത്ത നടപടി വ്യവസായ വകുപ്പിൽ ചെല്ലുക എന്നുള്ളത്. വ്യവസായ വകുപ്പിൽ ചെന്നപ്പോൾ അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നിരിക്കുന്ന സെയിൽസ് സർട്ടിഫിക്കറ്റിലെ സർവേ നമ്പർ മാറിപ്പോയില്ല. ഇതാണ് വ്യവസായ വകുപ്പ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഔദ്യോഗിക രേഖ. ഈ രേഖയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകിയ സെയിൽസ് സർട്ടിഫിക്കറ്റിലെ സർവേ നമ്പറുകളെല്ലാം മാറിപ്പോയത്. ഇതിനെ തുടർന്ന് ഞങ്ങൾ പലതവണ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കയറിയിറങ്ങി നടങ്ങിയിട്ടും ഒരു പ്രയോജനമില്ലാതെ വന്നപ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചു. ആ ഹൈക്കോടതി ഇതിനെക്കുറിച്ച് വ്യക്തമായി സ്ഥലത്ത് പോയി അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകുവാനായി ഒരു അഡ്വക്കേറ്റ് കമ്മീഷനെ നിയമിച്ചു. ഈ അഡ്വക്കേറ്റ് കമ്മീഷൻ കേരള ഹൈക്കോടതിക്ക് സമർപ്പിച്ച റിപ്പോർട്ടാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകിയിരിക്കുന്ന സർവേ നമ്പർ പറയുന്ന വസ്തു ഈ കാണുന്ന വസ്തു അല്ലെന്നും അത് ഏകദേശം ഒരു 100-150 മീറ്റർ അകലെയുള്ള മറ്റ് ആരോ വ്യവസായം നടത്തിക്കൊണ്ടിരിക്കുന്ന വേറൊരു വസ്തുവാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് ഇത് പറയുന്നുണ്ട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് സർവേ നമ്പർ തെറ്റിപ്പോയത്. ഞാനീ പറഞ്ഞ രേഖകളെല്ലാം പരിശോധിച്ച അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടും പരിശോധിച്ച ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി 2025 ഒരു ഉത്തരവ്. ആ ഉത്തരവാണ് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് സർവേ നമ്പർ തെറ്റിപ്പോയെന്നും ഈ പറയുന്ന ഭൂമി ഇതല്ല എന്നും അതോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് 44 സെന്റ് ഭൂമി മാത്രമേ ഉള്ളൂ. അത് തന്നെയുമല്ല, വാങ്ങിയ പണം മുഴുവൻ ഞങ്ങൾക്ക് തിരിച്ചു തരുവാനും ഈ ഉത്തരവിൽ പറയുന്നത്. ഇതാണ് 4,81,00,000 രൂപ നൽകിയപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഞങ്ങൾക്ക് വ്യവസായം നടത്തുവാനായി തന്ന 108 സെന്റ് ഭൂമിയുടെ സെയിൽസ് സർട്ടിഫിക്കറ്റ്. ഇത് വെച്ച് വ്യവസായം തുടങ്ങുവാനോ പട്ടയം പിടിക്കുവാനോ വ്യവസായ വകുപ്പിൽ നിന്ന് അനുമതി കിട്ടുവാനോ ഒന്നും സാധിക്കില്ല. ഈ പേപ്പറിന് ഇപ്പോൾ കടലാസിന്റെ വില പോലുമില്ല. അതാണ് ഞങ്ങളുടെ അവസ്ഥ. കോടതി ഉത്തരവ് പോലും വകവയ്ക്കാതെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വീണ്ടും ഈ കാര്യത്തിൽ അപ്പീലുമായി പോയിരിക്കുകയാണ്. വാദമുഖങ്ങൾ എന്തെങ്കിലും ആവട്ടെ, പക്ഷെ ഈ കടലാസ് വെച്ച് ഞങ്ങൾക്ക് ഈ ഭൂമി പട്ടയം പിടിക്കാനോ വ്യവസായം നടത്താനോ സാധിക്കില്ല. ആ ഒരു സാമാന്യ വസ്തുതയെങ്കിലും SBI ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കിയില്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടുത്തെ വ്യവസായികൾ മുന്നോട്ട് പോകുന്നത്? 3-ലേറെ വർഷവുമായി ഈ ഒരു കടലാസിന്റെ വില പോലും ഇല്ലാത്ത ഈ രേഖയുമായി ഞങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും വിവിധ കോടതികളിൽ കയറി ഇറങ്ങി നടക്കുകയാണ്. തെറ്റുപറ്റിയ ഏതാനും ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി SBI ഇപ്പോഴും ഈ കേസിന്റെ പുറകെ നടക്കുകയാണ്. ഞങ്ങൾക്ക് പ്രയോജനമില്ലാത്ത ഈ കടലാസിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പുറകെ നടക്കുന്നത്. ഞങ്ങൾ ഇന്ന് വാങ്ങിച്ച പണം തിരിച്ചു തരിക എന്നുള്ള മര്യാദയെങ്കിലും SBI ചെയ്യേണ്ടതല്ലേ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥന്മാർക്ക് തെറ്റുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഈ തെറ്റ് തിരുത്തി പുനർലേലം നടത്തി ഏതെങ്കിലും ഒരു വ്യവസായി ഇവിടെ വരുവാനായി വേണ്ട സൗകര്യം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് തന്നെയല്ലേ കേരള സർക്കാരിന്റെയും ആവശ്യം. വ്യവസായങ്ങൾ വരിക, ധാരാളം പേർക്ക് തൊഴിൽ കിട്ടട്ടെ. അല്ലാതെ വർഷങ്ങളോളം ഇത് അടച്ചിരിക്കുകയാണോ